സുപ്രീം കോടതി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചന എല്ലാവർക്കും വ്യക്തമാകും. അതൊരു ഗൂഢാലോചനയാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എല്ലാവർക്കും അറിയാം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കെതിരായിട്ട് തെരുവിൽ പ്രതിഷേധമുയർത്തുന്ന പാർട്ടി BJP ആണ്. ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖരാണ്. ആ പ്രതിഷേധം ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ല. UDF-നെ പോലെ ഒന്ന് കത്തിച്ചിട്ടേച്ചു പോകാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ BJP നടത്തിയിട്ടുള്ള പ്രക്ഷോഭം സമീപകാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിന് രാജീവ് ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ BJP നേതൃത്വം കൊടുക്കുമ്പോൾ അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി പ്രസിഡന്റിനായിട്ട് ആരോപണം കൊണ്ടുവന്നാൽ ആ ആരോപണത്തിൻ്റെ പിന്നാലെയാകും BJP എന്ന് കരുതിക്കൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രത്തിൻ്റെ മൂശയിൽ വാർത്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പുറകിൽ CPM ആണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. CPM-ൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ചില മാധ്യമങ്ങൾ നിന്നു കൊടുക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്.